പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് മെയ് മാസം 20-ാം തീയതി ബുധനാഴ്ച. അപ്പസ്തോല പ്രവർത്തികൾ 11-ാം അധ്യായം 23-ാമത്തെ വാക്യം. അവൻ ചെന്നു ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. എല്ലാവരും ഹൃദയനിർണയത്തോടെ കർത്താവിനോട് ചേർന്ന് നിൽപ്പാൻ തക്കവണ്ണം പ്രബോധിപ്പിച്ചു. ഈ വചനത്തിൻ്റെ പശ്ചാത്തലം അന്ത്യോക്യയിലെ സഭ വേഗത്തിൽ വളരുന്ന സമയമാണ്. അവിടെ അനേകർ യേശുവിനെ സ്വീകരിച്ചു. ഈ വാർത്ത യെരുശലേം സഭയിലെത്തി. അവർ ബർന്നബാസിനെ അവിടേക്ക് അയച്ചു. ബർന്നബാസ് അവിടെ ചെന്നപ്പോൾ ജനങ്ങളുടെ ജീവിതത്തിൽ ദൈവകൃപ പ്രവർത്തിക്കുന്നത് കണ്ടു. അത് അവനെ സന്തോഷത്തിലേക്ക് നയിച്ചു. അവൻ അവരുടെ പ്രധാനമായ ഒരു ഉപദേശം പറഞ്ഞു: പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവരാകുക. ഇന്നത്തെ സന്ദേശം ഇതാണ്: കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന ജീവിതമാണ് ആത്മീയ ജീവിതത്തിൻ്റെ രഹസ്യം. നമുക്കറിയാം, വിശ്വാസ ജീവിതം ആരംഭിക്കുന്നത് മാത്രം മതിയല്ല, അത് നിലനിർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. പലരും ആത്മീയ ജീവിതം ആവേശത്തോടെ ആരംഭിക്കും. പക്ഷേ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ്. എന്നാൽ ബർന്നബാസ് പറയുന്നു, കർത്താവിനോട് ചേർന്ന് നിൽക്കുക. ഒരു കൊമ്പ് വള്ളിയിൽ ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ അതിന് ഫലമുണ്ടാകൂ. യേശു തമ്പുരാൻ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ പറഞ്ഞു, എന്നിൽ വസിപ്പിൻ. ദൈവത്തോടുള്ള ബന്ധം നിലനിൽക്കുമ്പോൾ മാത്രമേ ആത്മീയ ശക്തിയും സമാധാനവും സന്തോഷവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുകയുള്ളൂ. ബർന്നബാസ് ദൈവത്തിൻ്റെ കൃപ കണ്ടപ്പോൾ സന്തോഷിച്ചു. ഒരാളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപ കാണുമ്പോൾ അത് മറ്റുള്ളവർക്കും സന്തോഷം സമ്മാനിക്കും. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുന്നുണ്ടോ? നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും കുടുംബജീവിതവും നോക്കുമ്പോൾ അത് ക്രിസ്തുവിനെ കാണിക്കുവാൻ സാധിക്കുന്നുണ്ട്. ഇന്നത്തെ ലോകം പല ആകർഷണങ്ങളാലും നിറഞ്ഞിരിക്കുന്നു. വിശ്വാസത്തെ തകർക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ചുറ്റുമുണ്ട്. എന്നാൽ ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനോട് ചേർന്ന് നിൽക്കുക. പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനോട് ചേർന്ന് നിൽക്കുക. ദൈവം ആഗ്രഹിക്കുന്നത് സമർപ്പിതമായ ഹൃദയമാണ്. നമുക്കറിയാം, ദാനിയേൽ ബാബിലോണിലായിരുന്നിട്ടും ദൈവത്തോട് ചേർന്ന് നിന്നു. നമ്മുടെ ജീവിതത്തിലും നിരാശകളൊക്കെ ഉണ്ടായേക്കാം. പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. മനുഷ്യർ നമ്മെ വിട്ടുപോയേക്കാം. എങ്കിലും ഒരിക്കലും കർത്താവ് നമ്മെ വിടുന്നില്ല. അതുകൊണ്ട് സാഹചര്യങ്ങൾ എന്തായാലും കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവരായി നമുക്കായിത്തീരാം. ദിനവും ദൈവവചനം വായിച്ച് പ്രാർത്ഥിച്ച് ആരാധനകളിലും കൂട്ടായ്മകളിലും വിശ്വസ്തരായി പാപത്തിൽ നിന്നകന്ന് വിശുദ്ധ ജീവിതം നയിച്ച് കർത്താവിനോട് ചേർന്ന് ആയിരിക്കുവാൻ നമുക്ക് സാധിക്കും. നമുക്കിങ്ങനെ പറയാൻ സാധിക്കും, കർത്താവിനോട് ചേർന്ന ഹൃദയം ഒരിക്കലും തകർന്നു പോവുകയില്ല. നാം ഓരോരുത്തരും നമ്മെ തന്നെ ശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. ഞാൻ ശരിക്കും കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നുണ്ടോ? അതോ ലോകത്തിൻ്റെ കാര്യങ്ങൾ എന്നെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നുണ്ടോ? ഇന്ന് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും തൻ്റെ കൃപയിൽ സ്ഥിരമാക്കി പൂർണ്ണ ഹൃദയത്തോടെ അവനോട് ചേർന്ന് നിൽക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ കൃപയ്ക്കായി നന്ദി പറയുന്നു. പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയോട് ചേർന്ന് നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരീക്ഷണങ്ങളിലും വിശ്വാസത്തിൽ സ്ഥിരരാകുവാൻ ശക്തി തരണമേ. ഞങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് അനുഗ്രഹവും സാക്ഷ്യവുമാകണമേ. അങ്ങയുടെ സ്നേഹത്തിലും കൃപയിലും ഞങ്ങളെ ദിനം പ്രതി നടത്തണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.